കഥയ്ക്ക് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വായനയും ഞാൻ തിരഞ്ഞെടുക്കുന്ന കഥകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. ഇനി കഥയിലേക്ക്. സുവർണ കഥകളിൽ ഇന്നത്തെ കഥ കുഴപ്പക്കാരി. പെണ്ണുങ്ങൾ മാത്രമുള്ള വീടിന് ഒരു രസമുണ്ട്. തോന്നിയ പോലെ ഉറങ്ങി ഉണർന്ന് തോന്നിയ പോലെ ഭക്ഷണം കഴിച്ച് അതങ്ങനെ സ്വാതന്ത്ര്യം ആഘോഷിക്കും. തോന്നിയിടത്തൊക്കെ പെണ്ണുങ്ങൾ അടിവസ്ത്രം ഉണക്കാനിടും. ഉച്ചത്തിൽ സംസാരിച്ചും പാട്ടുപാടിയും അവരുടെ വാക്കും ചിരിയും മേഞ്ഞു നടക്കും. കൊല്ലത്തിൽ ഒരു മാസം അവധിക്ക് വരുന്ന ഗൃഹനാഥനെ കാണുമ്പോൾ അതുവരെയുള്ള ആഘോഷമൊക്കെ മറന്ന് ശ്വാസം പിടിച്ച് വടി പോലെ നിൽക്കും. പട്ടാളക്കാരും ഗൾഫുകാരുമൊക്കെ നിറഞ്ഞ ആ നാട്ടിലെ മിക്ക വീടുകളിലും അതായിരുന്നു അവസ്ഥ. ഉഷയും മകൾ തങ്കമണിയും ഈ വിധം ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാകും ത്രിപുരയിൽ നിന്നോ കശ്മീരിൽ നിന്നോ പഞ്ചാബിൽ നിന്നോ ഭർത്താവ് രാജു പുറപ്പെട്ടിട്ടുണ്ടെന്ന് വിവരം ലഭിക്കുക. 2 ദിവസം മാത്രമേ വീടിനു മര്യാദരാമനാകാൻ സമയം കിട്ടാറുള്ളൂ. ആദ്യം പത്രമാസികകളുടെ വരവു നിർത്തും, പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യും, ഫ്രിഡ്ജിലെ ഐസ്ക്രീം പാത്രങ്ങളും ജ്യൂസുകളും കാലിയാക്കും. പുസ്തകങ്ങൾ അടുക്കളയിലെ ഒളിയിടങ്ങളിൽ ഒളിച്ചു പാർക്കുന്ന വിപ്ലവകാരികളാകും. മൊബൈൽ ഫോണുകളിൽ രാജു വിളിക്കുന്ന ഒന്നു മാത്രം കൈവശം വെച്ച് പുതിയ മോഡലുകളും മറ്റും ഉറ്റവരുടെ വീട്ടിലേക്ക് മാറ്റും. രാജു പോകും വരെ ആ ഫോൺ അയാളുടെ കയ്യിലായിരിക്കും. 6-7 പേർ മാത്രം വിളിക്കുന്ന ആ ഫോണിന്റെ അവസ്ഥയിലും രാജുവിന് വളരെ തൃപ്തിയാകും. ഉഷയും തങ്കമണിയും കറങ്ങിക്കൊണ്ടിരുന്ന സ്കൂട്ടർ ഉഷയുടെ ആങ്ങള ഉണ്ണിക്കുട്ടൻ വന്ന് കൊണ്ടുപോകുകയും രാജു വന്നു കഴിഞ്ഞാൽ അളിയനെ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരില്ലേ, എൻ്റെ ഈ സ്കൂട്ടർ ഇവിടെ ഇരിക്കട്ടെ എന്ന് ഉണ്ണിക്കുട്ടൻ ഒരു സഹായം പോലെ അത് കൊണ്ടുവരികയും ചെയ്യുന്ന വിധത്തിൽ ഒരു കൊച്ചു നാടകം കൂടി ഇതിനിടയിൽ നടക്കും. മതിലിനോട് ചേർന്ന് തന്നിഷ്ടത്തിന് വളർന്നുകൊണ്ടിരുന്ന ബൊഗൻവില്ലയും മുൾച്ചെടികളും ക്ഷൗരം ചെയ്തു വെടിപ്പാക്കും. തങ്കമണി വരച്ചുകൂട്ടിയ പടങ്ങൾ തീയിട്ടു കത്തിക്കും. തങ്കമണിക്ക് അതിലൊരു സങ്കടവുമില്ല. അവൾ തന്നെയാണ് ഉത്സാഹപൂർവം ആ ചിത്രങ്ങൾ തീയിടുന്നത്. ചിത്രങ്ങൾ ചന്ദ്രകലയുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കണോ എന്ന് ചോദിച്ചാൽ അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടും. അവളുടെ ഫ്രോക്കും മുടിയും ഒപ്പം കാറ്റിലാടും. പിന്നെ അവൾ ഘനമുള്ള ശബ്ദത്തിൽ പാടും: അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും. ഇനി ഈ പാട്ട് രാജു മടങ്ങിപ്പോയാൽ മാത്രമേ അവൾ പാടുകയുള്ളൂ. വീട്ടിൽ ഏകാന്തതയും ശോകവും നിറയും. പക്ഷേ ഉള്ളിലൊരു അടക്കിച്ചിരിയുമുണ്ട്. നാടകം കളിക്കുന്നതിൻ്റെ രസവുമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് രാജു നിർദ്ദേശിക്കുകയോ അനുശാസിക്കുകയോ ചെയ്തിട്ടില്ല. ചില നോട്ടങ്ങളോ ഇരുത്തി മൂളലുകളോ മൗനമോ ഒക്കെ കണ്ട് ഉഷ ഊഹിച്ചെടുത്തു ചെയ്യുന്നതാണ്. പരഹൃദയജ്ഞാനമില്ലെങ്കിൽ ഇക്കാലത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന തോന്നലിൽ നിന്നാണ് ഉഷയുടെ നീക്കങ്ങൾ. രാജു തിരികെ പോയി 2-3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വീടിന് പഴയ താളം തെറ്റലിന്റെ ഘടികാരത്തിൽ ചുറ്റിക്കറങ്ങാൻ കഴിയുകയുള്ളൂ. രാജു സന്തോഷവാനായാണ് മടങ്ങുന്നതെങ്കിൽ ജോലിസ്ഥലത്ത് എത്തിച്ചേർന്നാലുടൻ പണവും മറ്റുപഹാരങ്ങളും വന്നു തുടങ്ങും. കഴിഞ്ഞ തവണ രാജു വന്നു പോയപ്പോഴാണ് തങ്കമണിയുടെ ഒരു പ്രത്യേക ശീലം ഉഷ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഉഷയും രാജുവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചിരിക്കുമ്പോഴാകും തങ്കമണി തീരെ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ പറയുക. 12 വയസ്സുള്ള നിഷ്കളങ്കയായ കുട്ടിയുടെ മനസ്സറിയാ വാക്കുകൾ എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. അമ്മേ, ഈ റോസിന്നൊരു പൂ പറിച്ചാൽ കുഴപ്പമാവോ? ഇത് ചന്ദ്രൻ മാമന്റെ വീട്ടിലെയാണോ അതോ അഖിൽ ചേട്ടന്റെ വീട്ടിലെയാണോ? രാജു വരുന്ന സമയമാകുമ്പോഴേക്കും കുറെ പൂച്ചെട്ടികൾ അവിടുന്നും ഇവിടുന്നും സംഘടിപ്പിച്ചു വെക്കുന്ന പതിവുണ്ട്. രാജു വന്നു വീട്ടുചെലവുകൾ കണക്കു കൂട്ടുമ്പോൾ എവിടെയെങ്കിലും കുറച്ച് പിശകു കണ്ടാൽ ആ പണം എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് പൂച്ചട്ടികളാണ് മറുപടി. പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാകില്ല. ഇത് തങ്കമണിക്ക് അറിവുള്ള കാര്യവുമാണ്. തങ്കമണിയാണ് പാറി നടന്ന് പൂച്ചട്ടികൾ സംഘടിപ്പിക്കുക. അല്ല കുഞ്ഞെ, ഇത് നഴ്സറിന്ന് വാങ്ങിയത് മറന്നോ നീ എന്ന് ഉഷ ഒപ്പിച്ചെടുത്ത ഒരു ന്യായം പറഞ്ഞു. ഉഷ നുണ പറയുകയാണെന്ന് രാജുവിനെ ബോധിപ്പിക്കും വിധം തറഞ്ഞ ഒരു നോട്ടം അവൾ നോക്കി.
വെടിയുണ്ടകളുടെ ശബ്ദം കേട്ടാൽ മാത്രം ബോധമുണരുന്ന രാജുവിന് അത് ബോധ്യമായില്ലെങ്കിലും അവൾ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഉഷയ്ക്ക് തോന്നാൻ തുടങ്ങിയിരുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോഴായിരുന്നു അടുത്ത കെണി. അമ്മയ്ക്ക് ദുൽഖർ സൽമാനെയാണോ അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം? അതിന് ഉഷ സിനിമ കണ്ടിട്ട് എത്ര കൊല്ലമായി. ദുൽഖർ സൽമാൻ ആരാന്ന് പോലും അവൾക്കറിയില്ല. രാജു ഇടപെട്ടു. പിന്നെ അച്ഛനൊരു മണ്ടന. ദുൽഖർ സൽമാനെ അമ്മയ്ക്കു ജീവനാന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. വേഗം ഉറങ്ങാൻ കിടക്ക് കുട്ടി. നാക്കിൽ സരസ്വതി നിന്ന സമയമായിരുന്നതുകൊണ്ട് ഉഷ അപകടത്തിൽ നിന്നു രക്ഷപ്പെട്ടു. മണ്ടനാണെന്നു പറഞ്ഞതിന് രാജുവിന്റെ വക അവൾക്കൊരു നുള്ളും കിട്ടി. ഉഷ രക്ഷിക്കാനും പോയില്ല. അതിന്റെ ദേഷ്യം അവൾ അടുത്ത ദിവസം തീർത്തു. അവളോട് വേഗം ഉറങ്ങാൻ ആവശ്യപ്പെട്ട് രാജു ധൃതി വയ്ക്കുമ്പോഴായിരുന്നു അത്. അമ്മയുടെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കളിച്ചു കളിച്ചുറങ്ങായിരുന്നു. ഏത്, ഈ ഫോണിലോ? രാജു അമ്പരന്നു. ഇതിലാകെ സ്നേക് ഗെയിം അല്ലേ ഉള്ളൂ. അമ്മയുടെ മറ്റു ഫോണുകളൊക്കെ നിറയെ ഗെയിം അല്ലേ. അതേത് ഫോൺ? രാജു അമ്പരന്നു. അവൾ മിണ്ടാതിരുന്നു. ഉണ്ണിക്കുട്ടൻ ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം മറന്നുവെച്ച ഫോണിനെ കുറിച്ചാ അവള് പറയുന്നത്. ഉഷയുടെ തിരുത്തൽ വിശ്വാസമില്ലായ്മയുടെ ഒരു മൂളലോടെ രാജു കേട്ടു. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഉഷ എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നതാണ്. ആരോട് എന്തൊക്കെ പറയണമെന്നത് തങ്കമണിക്കു നല്ല തിട്ടമായിരുന്നു. അമ്മയും മകളും രഹസ്യങ്ങളുടെ ഒളിയിടങ്ങളിൽ നന്നായി രസിച്ചു കഴിയുന്നതുമാണ്. രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ അവളുടെ കയ്യിൽ ഇരിക്കുമായിരുന്നു. എന്തു കാര്യവും പറയും മുൻപ് ഒരു നിമിഷം ആലോചിക്കുന്നത് കാണാം. ആ ആലോചന കാഴ്ച കാണാനും നല്ല കൗതുകമാണ്. കണ്ണൊന്നുരുട്ടി മേലോട്ടാക്കി മനസ്സിൽ കുറച്ചും ഗണിച്ചുമൊക്കെ പദം വരുത്തിയ വാക്കുകളാണ് ഒരു 6-7 വയസ്സ് തൊട്ടെങ്കിലും അവൾ പറയുന്നത്. വെളുപ്പാൻ കാലത്ത് ഉഷ ജോലിക്ക് പോകാനായി കവലയിൽ നിൽക്കുമ്പോഴാണ് തങ്കമണി സ്കൂട്ടറിൽ പാഞ്ഞു പോകുന്നത് കാണുന്നത്. ആദ്യം അതൊരു സ്വപ്നക്കാഴ്ചയാണെന്നാണ് വിചാരിച്ചത്. അത് സത്യമാണെന്നറിയാൻ ഒരു നിമിഷമെടുത്തു. രാജു അവധിക്കു നാട്ടിലെത്തിയതിനെ തുടർന്ന് ഉഷയുടെ സഹോദരൻ ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്ന സ്കൂട്ടറായിരുന്നു അത്. അവൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയുമെന്ന് ഉഷയ്ക്കറിയില്ലായിരുന്നു. 12 വയസ്സുള്ള കുട്ടി സ്കൂട്ടർ ഓടിച്ചാൽ പ്രശ്നമാകില്ലേ എന്ന ആധിയോടെ ഉഷ കുറച്ചുനേരം പിറകെ ഓടിയെങ്കിലും അവൾ പാഞ്ഞുപോയി. ഉഷ പിറകെ ഓടുന്നത് അവൾ കാണുകയും ചെയ്തു. രാജുവിനെ പോലെ നല്ല പൊക്കമുള്ളതുകൊണ്ട് അവളുടെ പ്രായക്കുറവ് ആർക്കും മനസ്സിലാകില്ലെന്നും അവൾ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയുള്ള കുട്ടിയായതുകൊണ്ട് അപകടമൊന്നും വരുത്തില്ലെന്നും സമാധാനിച്ച് ഉഷ ബസ്സിൽ കയറി. വഴിയിലൊരു കവലയിൽ അവൾ സ്കൂട്ടർ നിർത്തി എന്തോ വാങ്ങുന്നതും കണ്ടു. അന്നു വൈകുന്നേരം ഉഷ ജോലി കഴിഞ്ഞെത്തും മുൻപേ അവൾ എത്തിയിരുന്നു. അച്ഛനും മകളും കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജു ജോലിസ്ഥലത്തു നിന്നു കൊണ്ടുവന്ന നല്ല നറും മണമുള്ള കാപ്പിയുടെ മണം വാതിൽ തുറക്കും മുൻപേ പുറത്തേക്ക് വന്നു. ആവി പാറുന്ന ഒരു കപ്പ് രാജു ഉഷയ്ക്കും നീട്ടി. അത് നുണഞ്ഞ് തങ്കമണിയോട് രഹസ്യമായിട്ടെങ്കിലും സ്കൂട്ടർ സഞ്ചാരത്തെക്കുറിച്ച് ചോദിക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവൾ അടുത്ത കെണിയൊരുക്കുന്നത്. നോക്കമ്മ, എന്തു നല്ല കാപ്പിയോ അല്ലേ അച്ഛൻ ഉണ്ടാക്കുന്നത്. അമ്മയുണ്ടാക്കിയാൽ ഈ ടേസ്റ്റ് വരില്ല. ഉഷയും രാജുവും ചിരിച്ചു. രാജു വാത്സല്യപൂർവം അവളുടെ മൂക്കിൽ നുള്ളുകയും ചെയ്തു. അമ്മയുടെ ലക്കല്ലേ അച്ഛനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത്. പക്ഷേ അമ്മയുടെ ഡ്രീമാൻ അപ്പുറത്തെ ഗോപൻ മാമനെ പോലെ ഒരാളായിരുന്നു അല്ലേ. തക്ക സമയത്ത് രാജുവിന് ഒരു ഫോൺ വരികയും രാജു അവൾ പറയുന്നതിന് ചെവിയും മനസ്സും കൊടുക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോയതെന്ന് ഉഷയ്ക്ക് തോന്നി. തങ്കമണിയോട് സ്വകാര്യമായി ഒന്ന് സംസാരിക്കണമെന്നും തീരുമാനിച്ച് മുറിയിലേക്ക് എത്തിയപ്പോഴേക്കും അവൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അതും നാട്യമാണെന്ന് ഉഷയ്ക്കറിയാമായിരുന്നു. പക്ഷേ അവൾ ഗോപൻ എന്നയാളുടെ പേര് എന്തുകൊണ്ടാകാം പറഞ്ഞതെന്നായിരുന്നു ഉഷ ആലോചിച്ചത്. ഒരിക്കൽ ഉത്സവത്തിന് പണം പിരിക്കാൻ വന്നപ്പോൾ സംസാരിച്ചതല്ലാതെ ഇക്കാലത്തിനിടയിൽ അങ്ങനൊരാളെ ശ്രദ്ധിക്കാൻ തന്നെ സമയം കിട്ടിയിട്ടില്ല. എങ്കിലും അയൽവാസി ഒരു മാന്യനാണെന്ന് പലപ്പോഴും ഓർക്കുകയും ആശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നു കിടക്കാൻ നേരത്ത് രാജു പറഞ്ഞു, ഇവൾക്ക് നിന്റെ അമ്മൂമ്മയുടെ പേരിടുമ്പോൾ ഓർത്തില്ല അവരുടെ സ്വഭാവം കിട്ടുമെന്ന്. 2 ഭർത്താക്കന്മാരെ വരച്ച വരയിൽ നിർത്തിയ കക്ഷിയല്ലേ. അവരുടെ അതേ തന്റേടമാണ്.
രാജു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ തലമുടിയിലൂടെ വിരലോടിച്ച് വളരെ വാത്സല്യത്തോടെയാണത് പറഞ്ഞതെങ്കിലും ഉഷയുടെ കണ്ണു നിറഞ്ഞു. അമ്മൂമ്മ 6-7 കൊല്ലം വ്രതം നോറ്റ് കാത്തിരിക്കുകയായിരുന്നു ഉഷയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി കാണാൻ. തങ്കമണി ഉള്ളിൽ കുരുക്കുന്നു എന്നറിഞ്ഞ ദിവസമാണ് അമ്മൂമ്മ മരിക്കുന്നത്. അമ്മൂമ്മയോട് അത് പറയാൻ പോലുമായില്ല. അമ്മൂമ്മയുടെ ബ്രഹ്മീഘൃതവും സാരസ്വതഘൃതവും ഒക്കെ കഴിച്ചതുകൊണ്ടാണ് വളരെ ബുദ്ധിയും പാകതയുമുള്ള ഒരു കുഞ്ഞുണ്ടായതെന്ന് ഉഷ വിശ്വസിക്കുകയും അഭിമാനിക്കുകയും ചെയ്തിരുന്നു. രാജു പോയതിനു പിറ്റേന്നാണ് ചന്ദ്രൻ മാമനെ വഴിയിൽ കണ്ടത്. മാമൻ പരുങ്ങിക്കൊണ്ട് ചോദിച്ചു, ഉഷ മോളെ, അന്ന് വാങ്ങിയ പൈസ തിരികെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കുറച്ച് ബാധ്യതകളുണ്ട്. ആരു കടം വാങ്ങി? ഉഷ അമ്പരന്നു. തങ്കക്കുട്ടി പലപ്പോഴായിട്ട് 6-7,000 രൂപ വാങ്ങിക്കൊണ്ടുപോയിരുന്നല്ലോ. അവിടെ എന്തോ പണി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. അന്ന് അവളെ വെറുതെ വിടില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഉഷ വീട്ടിലെത്തിയത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് രാജു പോയ ശേഷം പഴയ മട്ടിലേക്ക് വീടിനെ മാറ്റിയെടുക്കാൻ നെട്ടോട്ടമോടുന്ന തങ്കമണിയെയാണ്. അവൾ ഉച്ചത്തിൽ പാടുന്നുമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു ഭയപ്പെടേണ്ട. സ്കൂട്ടർ തിരികെ എത്തിയിരിക്കുന്നു. പൂച്ചട്ടികളെല്ലാം തിരികെ കൊണ്ടുകൊടുത്തിരിക്കുന്നു. 1 മാസത്തേക്ക് കാവൽ നിൽക്കാനായി കൊണ്ടുവന്ന പട്ടിക്കുട്ടിയെയും തിരികെ അയക്കാൻ ഒരുങ്ങുന്നു. പട്ടിക്കുട്ടിയെ അഖിലിനൊപ്പം മടക്കി അയക്കും മുൻപ് അതിനെ കുളിപ്പിച്ച് കൺമഷി കൊണ്ട് പുരികവും കണ്ണുമൊക്കെ എഴുതി പൊട്ടു തൊടുവിച്ചിരുന്നു. അതു കണ്ട് അഖിൽ അവളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും എന്തോ തമാശ പറഞ്ഞ് അവനെയും അവൾ മയപ്പെടുത്തുന്നുണ്ട്. ഉഷയ്ക്ക് ഇത്തരം വളർത്തു മൃഗങ്ങളെ വെറുപ്പാണ്. പക്ഷേ അമ്മയും മകളും തനിച്ചു താമസിക്കുമ്പോൾ ഒരു നായ്ക്കുട്ടിയെ വളർത്തണമെന്ന രാജുവിന്റെ നിർബന്ധം സഹിക്കാനാകാത്തതുകൊണ്ടാണ് അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ജിംഖാന എന്ന പട്ടിയെ 1 മാസത്തെ വിരുന്നുകാരനായി കൊണ്ടുവന്നത്. എടാ, നീ അടുത്ത ഏപ്രിലിൽ വരണം കേട്ടോ എന്നും പറഞ്ഞ് ജിംഖാനയുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. മനസ്സില്ലാ മനസ്സോടെ ജിംഖാന മടങ്ങിപ്പോയി. ഒരു കാറ്റുപോലെ ചിരിച്ചുല്ലസിച്ച് അവൾ അകത്തേക്കു കയറി. തങ്കമണി ഉഷയുടെ മുന്നിലേക്ക് നല്ല ചൂടുള്ള ഒരു കപ്പ് കാപ്പിയും പഴംപൊരിയും കൊണ്ടുവച്ചു. ഉഷയുടെ മനസ്സൊന്നു തണുത്തു. പിന്നെയും തങ്കമണി പിടിതരാതെ വീടൊതുക്കാൻ ഓടി നടക്കുന്നതിനിടയിൽ ഒരു നിമിഷം ഉഷയുടെ കയ്യിൽ തടഞ്ഞു. നീ എന്തിനാണ് ചന്ദ്രൻ മാമനോട് 6-7,000 രൂപ വാങ്ങിയത്? അത് സ്കൂളിലെ ഓർഫനേജിന് കൊടുക്കാനാണ്. അവൾ പഠനമുറിയിൽ പോയി ഒരു ഡയറിയുമായി മടങ്ങി വന്നു. ചന്ദ്രൻ മാമനോട് മാത്രമല്ല, അഖിൽ ചേട്ടനോടും ഗോപൻ അങ്കിളിനോടും സീത വല്യമ്മയോടും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. 50,000ഓളം. ഉഷയ്ക്ക് തല കറങ്ങി. കന്യാസ്ത്രീകൾ പൈസ ആവശ്യപ്പെട്ടോ? കഴിയുന്നത്ര സഹായം ചെയ്യണമെന്നേ അവര് പറഞ്ഞിരുന്നുള്ളൂ. ഓർഫനേജ് പോയി കണ്ടപ്പോൾ ഇത്രയും കൊടുക്കണം എന്നെനിക്ക് തോന്നി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അവൾ ചായക്കപ്പും പ്ലേറ്റുമെടുത്ത് അടുക്കളയിലേക്ക് പോയി. പാതി വഴിയിലെത്തി മടങ്ങി വന്നിട്ട് അവൾ പറഞ്ഞു, ഗോപനങ്കിൾ പൈസ കടമായല്ല, ഡൊണേഷനായിട്ടാ തന്നത്. അതാ അന്ന് അമ്മയോട് ഗോപനങ്കിളിനെ കല്യാണം കഴിക്കാമായിരുന്നില്ലേ എന്നു ചോദിച്ചത്. അന്നു നീ അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. ഉഷയ്ക്ക് അരിശം വന്നു. ഒന്ന് കണ്ണിറുക്കി ചിരിച്ച് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി പാടിക്കൊണ്ട് അവൾ ആ ചോദ്യത്തെ ഇല്ലാതാക്കി കടന്നുപോയി. അതിനിടയിൽ രാത്രിയിലേക്ക് ഇടിയപ്പം ഉണ്ടാക്കാമോ എന്നും ചോദിച്ചു. ജമന്തി പൂമണം നിറഞ്ഞ കന്യാസ്ത്രീ മഠത്തിലെ അതിഥി മുറിയിൽ സിസ്റ്റർ മേഴ്സിയുടെ മുന്നിൽ ഒരു തലവേദനക്കാരിയെ പോലെ നെറ്റിമേൽ ഉരസിക്കൊണ്ട് ഉഷയിരുന്നു. അവളെ നിങ്ങൾ ഏതോ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതാണെന്നും അതുകൊണ്ട് അനാഥാലയത്തിലേക്ക് പൈസ തരാമെന്നും അവൾ ഇങ്ങോട്ട് പറയുകയായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അത് നിർബന്ധമാണെന്നും പറഞ്ഞു. സിസ്റ്റർ മേഴ്സി ആദരപൂർവ്വം ഉഷയെ നോക്കി. അതെ അതെ, ഉഷ വിക്കിക്കൊണ്ട് പറഞ്ഞു. ചാപ്പലിൽ നിന്ന് കൊയറിലെ കുട്ടികളുടെ പാട്ടു കേൾക്കാമായിരുന്നു. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി തന്നെയാണ് അവർ പാടുന്നതെന്നും കൂട്ടത്തിൽ അവളുമുണ്ടെന്നും ഉഷയ്ക്ക് തോന്നി. ഇരിക്കുന്നിടം താഴോട്ട് കുഴിഞ്ഞു കുഴിഞ്ഞു പോകുന്നതായും. വീട്ടിലെ കോണിപ്പടിയോട് ചേർന്നുള്ള ചുവരാണ് അപ്പോൾ ഉഷയുടെ മുന്നിൽ തെളിഞ്ഞത്. അവളെ ഗർഭിണിയായതു മുതൽ ഓരോ മാസത്തെയും വയറിന്റെ വളർച്ചയുടെ ഫോട്ടോകൾ രാജുവിന് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നു ആ പടികളിൽ ഓരോന്നിനും സമാന്തരമായി ചുവരിൽ ഫ്രെയിം ചെയ്തു വെച്ചത്. അവൾ ജനിച്ചയുടൻ എടുത്തത്, അവളുടെ ചോറൂണിനെടുത്തത്, ഓരോ പിറന്നാളിനും എടുത്തത്, അങ്ങനെ അവിടെ മുഴുവൻ ചിത്രങ്ങൾ പതിച്ചത് രാജുവായിരുന്നു.
അവൾ അറിയണം നമ്മൾ അവളെ എങ്ങനെയാണ് സൃഷ്ടിച്ചെടുത്തതെന്ന്. സൃഷ്ടി എന്ന വാക്ക് അരസികനായ ഒരു പട്ടാളക്കാരൻ പറഞ്ഞതു കേട്ടപ്പോൾ ഉഷയ്ക്കു വിചിത്രമായി തോന്നുകയും ചെയ്തിരുന്നു. ജീവിതം എന്ന പശുക്കിടാവിനെ പഴയ മട്ടിൽ നിഷ്കളങ്കമായി പുല്ലുതിന്നും മലസമായും മേയാൻ വിടാൻ ഉഷയ്ക്കു പിന്നെ കഴിഞ്ഞില്ല. ഒരു പിരിമുറുക്കത്തിന്റെ തൊഴുത്തിൽ അതങ്ങനെ സദാ ഞെരിപിരി കൊണ്ടു. പുറമേ നിന്നു നോക്കുമ്പോൾ എല്ലാം പഴയപടി എന്ന് തോന്നിച്ചെങ്കിലും ഒന്നും പഴയ പോലെ ആയില്ല. ചോദ്യങ്ങളുടെ കൊളുത്തുകൾ അവളുടെ ശിരസിൽ കേറിക്കൊണ്ടിരുന്നു. തങ്കമണി അതൊന്നും അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല. അവളുടെ ചിരിക്കോ ഇഷ്ടങ്ങൾക്കോ കുറവുമില്ലായിരുന്നു. സ്ത്രീകളെ ഉപദ്രവിച്ച കേസിൽ ഒരു മന്ത്രി വാർത്തകളിൽ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. ഉഷ ആയിടെയായി പത്രം പോലും വായിക്കാറില്ലായിരുന്നു. ഭക്ഷണമേശയിൽ പലപ്പോഴും തങ്കമണി അതേക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു അക്കാര്യത്തിൽ ഉഷയുടെ അറിവ്. എല്ലാ ചർച്ചകളുടെയും ഒടുവിൽ അവൾ പറയും, ഇയാളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? അല്പം ആദരവോടെ ഉഷ അത് കേൾക്കുകയും ചെയ്യും. ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടിക്ക് ലോകത്തെക്കുറിച്ച് എന്തൊരറിവാണ്! മന്ത്രിയെ ആരോ കൊല്ലുമെന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞതായുള്ള വാർത്തയും തങ്കമണി തന്നെയാണ് ഉഷയോട് പറഞ്ഞത്. അവൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഉഷ ഒരുപക്ഷെ അത് അറിയുക കൂടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിയെ വിളിച്ചു കൊല്ലുമെന്ന് പറഞ്ഞത് ബസ് യാത്രക്കിടയിൽ ആരോ പറഞ്ഞപ്പോൾ ഉഷയ്ക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. ഏതു കാട്ടിൽ പോയി ഒളിച്ചാലും തന്നെ വെട്ടിക്കൊല്ലുമെടോ എന്നായിരുന്നു മന്ത്രിയെ അറിയിച്ചിരുന്നതെന്ന് മാത്രമായിരുന്നു ഉഷ കേട്ട പുതിയ വിവരം. എന്തുകൊണ്ടോ ഉഷ പരിഭ്രാന്തയായി. അന്നു ജോലിക്ക് പോകാതെ പാതി വഴിയിലിറങ്ങി അവൾ വീട്ടിലേക്ക് ഓടിക്കിതച്ചെത്തി. തങ്കം അവളുടെ മുറിയിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വരയ്ക്കാനറിയാത്തവർ എപ്പോഴും വരയ്ക്കുന്ന തോണിയും വള്ളക്കാരനും കുന്നും സൂര്യനും തെങ്ങും തന്നെയായിരുന്നു അന്നും അവൾ വരച്ചുകൊണ്ടിരുന്നത്. അവളുടെ 10,000-ാമത്തെ സൂര്യനും പുഴയും തെങ്ങും വാത്സല്യത്തോടെ നോക്കി ഉഷ ഒന്നു ദീർഘമായി നിശ്വസിച്ചു. തങ്കത്തിനു വേണ്ടി ഒരു പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജുവിന്റെ ഫോൺ വന്നത്. ഒന്നും പറയാതെ അയാളുടെ ഉച്ഛ്വാസ നിശ്വാസങ്ങളുടെ അനക്കം മാത്രം കേൾപ്പിച്ചുകൊണ്ട് അല്പനേരം ഫോൺ വിറങ്ങലിച്ചു നിന്നു. 2-3 മിനിറ്റോളം ആ അനക്കമില്ലായ്മ കണ്ട് അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉഷ ഓടി. രാജുവിനെന്തോ വലിയ പ്രയാസമുണ്ടെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി. അവളുടെ വെന്തുകൊണ്ടിരുന്ന മനസ്സിൽ തീ പടരാൻ തുടങ്ങി. പിന്നെ 3-4 തവണ ഫോൺ അടിച്ചപ്പോഴും ഉഷ ഫോൺ എടുത്തില്ല. എന്താ ഫോൺ എടുക്കാത്തത് എന്നും ചോദിച്ചുകൊണ്ട് തങ്കം തന്നെ ഫോൺ എടുത്ത് ഉഷയെ ഏൽപ്പിക്കുകയും ഉഷയുടെ കഴുത്തിലൂടെ കൈയിട്ട് ഉമ്മ വയ്ക്കുകയും ചെയ്തു. അവളുടെ ചുണ്ടിൽ പതിവ് പാട്ട് ഓടിക്കളിക്കുന്നുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു ഭയപ്പെടേണ്ട. പോലീസാണ് വിളിച്ചുകൊണ്ടിരുന്നതെന്നറിഞ്ഞപ്പോൾ ഉഷ മെല്ലെ അവളുടെ കൈ കഴുത്തിൽ നിന്നു വിടുവിച്ചു. പോലീസ് വീട്ടിലുള്ളവരുടെ വിവരങ്ങൾ അത്രയും ചോദിച്ചു. അത് പ്രതീക്ഷിച്ചിരുന്നതുപോലെ ഉഷ കൃത്യമായി മറുപടികളും പറഞ്ഞുകൊണ്ടിരുന്നു. ഉടനെ തന്നെ നേരിൽ വരുമെന്നും അവർ അറിയിച്ചു. ഉഷയ്ക്കൊട്ടും അമ്പരപ്പുണ്ടായില്ല. ഈ സന്ദർഭത്തെ നേരിടാൻ താൻ കുറെ കാലമായി ഒരുങ്ങുകയാണെന്ന് പോലും അവൾക്ക് തോന്നി. അടുക്കളയിലെ കരിഞ്ഞ പായസപാത്രത്തിന്റെ മണം അവളെ എഴുന്നേൽപ്പിച്ചപ്പോഴാണ് അവൾ തങ്കമണിയെക്കുറിച്ചോർത്തത്. അവളുടെ മുറിയിലെ പാതി വിരിഞ്ഞ സൂര്യനും പുഴയും തോണിയും പോലും അവളെ കാത്തിരിക്കുകയായിരുന്നു. ആ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് തങ്കമണിയെ തൊട്ടുരുമ്മിയിരിക്കുന്ന ചില രഹസ്യങ്ങൾ ഉഷയ്ക്ക് വെളിവാകുന്നത്. ആ അറിവിന്റെ പിടച്ചിലിൽ ഉഷ ഓടി വീടിന് പുറത്തേക്ക് എത്തുമ്പോഴേക്കും തങ്കമണി സ്കൂട്ടറും എടുത്ത് പുറത്തേക്ക് പോയിരുന്നു. എങ്ങോട്ടാണ് ഈ കുട്ടി പാഞ്ഞു പോകുന്നത്? മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.